പുസ്തക പ്രസിദ്ധീകരണവും കുഞ്ഞിനെ വളർത്തലും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയമായിരുന്നു. പല സ്ഥലത്ത് ഇപ്പം ഞങ്ങളന്ന് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായി കണ്ടിരുന്നതുകൊണ്ട് ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് വയ്ക്കും. അപ്പോൾ മീറ്റിംഗ് വയ്ക്കുമ്പോൾ അതിനെ വായനയുടെ രാഷ്ട്രീയം ആയിരുന്നു നമ്മൾ അതിനൊരു പ്രധാനമായിട്ട് ഒരു തീമായിട്ട് വെച്ചിരുന്നത്. വായന ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കാണുകയും പുസ്തക പ്രസിദ്ധീകരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കാണുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ എല്ലായിടത്തും 14 ജില്ലയിലും നമ്മൾ ഈ പുസ്തക പ്രസാധക സംഘത്തിന് ഒരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. ആ ഓഫീസിനോട് ബന്ധപ്പെട്ട് അന്ന് തൊഴിലില്ലാത്ത ആൾക്കാരുടെ പട നാട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എന്നും ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ എപ്പോഴും വരും, അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കും. ആ മീറ്റിങ്ങുകളിനകത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ, ഈ പുസ്തകം എന്ന് പറയുന്നതിനെപ്പറ്റി തന്നെ ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ വയ്ക്കും. അപ്പോൾ ഈ കുഞ്ഞിനെ ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് കുട്ടിയായിട്ട് കൊച്ചു കുഞ്ഞിനെ ശരിക്കും പറഞ്ഞാൽ ഒരു സഞ്ചിയിലിട്ടായിരുന്നു ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ സഞ്ചിയൊക്കെ അന്ന് അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിലൊരു സഞ്ചി പുറകിലൊരു സഞ്ചിയൊക്കെ പലതും ആലോചിച്ച് പലപ്പോഴും സഞ്ചി ഏതെങ്കിലും ഒരു സൈഡിലൊരു സഞ്ചിയെങ്കിലും ഉണ്ടാക്കിയായിരുന്നു കൊണ്ടുപോകാനായിട്ട് എളുപ്പം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ചെല്ലുന്ന സ്ഥലത്ത് ആളുകളിങ്ങനെ പറയും, കുട്ടിയെ കൊണ്ടുപോയാൽ ആര് നോക്കും എന്ന് എപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ നമ്മൾ ഈ മനുഷ്യരിലുള്ള വിശ്വാസം ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത്. ഞാൻ ഈ ചെല്ലുന്ന സ്ഥലത്ത് ആരുടെങ്കിലും ഈ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കോ, ഞാൻ സ്റ്റേജിലോട്ട് കയറി സംസാരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും സഹകരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആളുകൾ ആലോചിക്കുന്നത് തന്നെ ഇല്ല. ഞാൻ ഈ പറയുന്ന സമയത്ത് ഒരു പരിഹാരം എന്നുള്ള നിലവാരത്തിലൊന്നും ആരും ആലോചിക്കുന്നേ ഇല്ല. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, മനുഷ്യർ വളരെയധികം സഹകരിക്കുന്ന ഒരു ജീവിയായിട്ട് നമ്മളിപ്പോഴും നമ്മുടെ നാട്ടിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ലോകത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അവർക്കും കാണാൻ പറ്റും. അത് ബസ്സിനകത്ത് ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ കൂടി വന്ന ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരമായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ വന്ന ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത്. ആ സമയത്ത് ഈ കുഞ്ഞിനെ ഒന്ന് നോക്കുക എന്ന് പറയുന്നത് ആരും ടേക്കപ്പ് ചെയ്യും. എല്ലാവരും കുറേ പേര് നല്ല ഉഷാറായിട്ട്, കാരണം കുഞ്ഞിനെ നോക്കുന്നോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കളിപ്പിക്കുന്നതൊക്കെ ആൾക്കാർക്ക് 1/4 മണിക്കൂർ ചെയ്യാൻ എല്ലാവർക്കും കൗതുകമാണ്. അപ്പോൾ അത് അങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഈ പാലും സാധനമൊക്കെ ആയിട്ട് പോവുകയും കുട്ടിയെ കൊണ്ടുപോവുകയും, അപ്പോൾ എൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിന് തടസ്സമായിട്ട് ഈ കുഞ്ഞ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജയശ്രീ ആണെന്നുണ്ടെങ്കിൽ ജയശ്രീക്ക് ഹൗസ് സർജൻസി സമയമാണ്. അത് കാരണം കൊണ്ട് കുട്ടിയെ സത്യത്തിൽ നോക്കുക എന്ന് പറയുന്നത് കുറച്ച് നേരെ ചെയ്യാനും പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആ തരത്തിലുള്ള വർക്ക് ഒന്നിച്ച് നമ്മൾ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ പുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വികസിപ്പിച്ച ചില മെക്കാനിസങ്ങളുണ്ട്. അത് ഒരു പുസ്തകം മാസത്തിലൊരു പുസ്തകം ഇറങ്ങുവാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഒരു മാസത്തിലൊരു പുസ്തകം ഇറങ്ങണം. അപ്പോൾ നമ്മൾ പലതരത്തിൽ സ്വതന്ത്രമായിട്ട് എഴുതുന്ന എഴുത്തുകാരായിരിക്കുന്നവരുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ടാവും. പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ടാവും. ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുസ്തകങ്ങളുണ്ടാവും. ഇങ്ങനെ 3 രീതിയിലായിരുന്നു പുസ്തകങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ആളുകളെ ഏർപ്പെടുത്തിയായിരിക്കും ഇതെല്ലാം ചെയ്തിരുന്നത്. ഇപ്പം ജോൺ അബ്രഹാമിൻ്റെ കഥകൾ, മാധവക്കുട്ടിയുടെ കവിത, സച്ചിദാനന്ദൻ്റെ കവിത, ഇതൊക്കെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലവാരത്തിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ആ ഫിലോസോഫിക്കലായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ ആ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നതും ഈ കൊണ്ട് നടന്ന് കൊടുക്കുക ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ മെനക്കെട്ട് ഒരു സിസ്റ്റം എന്നുള്ള നിലവാരത്തിൽ വ്യക്തിഗതമായ ആൾക്കാർ പണ്ടേ പുസ്തകങ്ങളൊക്കെ കൊണ്ടുനടന്ന് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങളൊരു സിസ്റ്റമായിട്ട് അതിൽ വികസിപ്പിച്ചായിരുന്നു. അതൊരു മാസത്തിലൊരിക്കലും ഒരു പുസ്തകം ഇറക്കുവാണെങ്കിൽ ഓഫീസുകളും എല്ലാം പോവും. അപ്പോൾ ഒരു ഓഫീസിനകത്ത് ഒരു 10-50 പേര് കാണും. ഒരു വലിയ ഓഫീസിനകത്ത് ഒരു 50 പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 5-6 പേരായിരിക്കും പുസ്തകം വാങ്ങുന്നവരായിട്ടുണ്ടാകും. അപ്പോൾ ആ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്, അവരുടെ അഡ്രസ്സ് സൂക്ഷിക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. ഒരു പുസ്തകം
വാങ്ങി ആദ്യത്തെ 10 എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസത്തിനകത്ത് നമ്മളൊരു പുസ്തകമായിട്ട് ചെല്ലുവാണെങ്കിൽ ഈ ശമ്പളമൊക്കെ കിട്ടിയിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ പണം ഉണ്ടാവും. ആ പണം ഉണ്ടാകുന്ന സമയത്ത് ഒരു പുസ്തകം വാങ്ങാൻ ആൾക്കാർക്ക് താല്പര്യം കാണും. ഇനിയും ചിലർക്കാണെങ്കിൽ അപ്പോഴും തരാൻ കഴിയാതിരിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പുസ്തകം വേണമായിരിക്കും. അപ്പോൾ നമ്മൾ പറയും അടുത്ത മാസം പൈസ തന്നാൽ മതി. അപ്പോൾ അടുത്ത മാസം ഞങ്ങൾ പോകുമ്പോൾ പുതിയൊരു പുസ്തകമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ പണം വാങ്ങുക എന്ന് പറയുന്നത് ചെയ്യുന്നതിനോടൊപ്പം ഈ പുതിയ പുസ്തകവും കാണിക്കുന്നുണ്ട്. അവരാമിക്കവാറും ആ പുസ്തകവും മേടിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പുസ്തകത്തിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത കാരണം കൊണ്ട് വാങ്ങും. അപ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങുന്നത് പോലെയാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ ബോധപൂർവം തുടങ്ങിയതല്ല, പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തി പിന്നെ അത് ബോധപൂർവമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പുസ്തകം മാസം ഒരു പുസ്തകവുമായിട്ട് നമ്മൾ ചെല്ലാൻ കഴിയുമെങ്കിൽ ഈ പോകുന്നതിൻ്റെ ചിലവും വരുന്നതിൻ്റെ ചിലവും ഒക്കെ നമുക്ക് ഈ അതിൻ്റെ കമ്മീഷനകത്ത് നിർത്താൻ പറ്റും. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ മറ്റൊരു രീതി നോക്കി. പുസ്തകത്തിന് വില വളരെ കൂടുതലാണെന്നായിരുന്നു ഞങ്ങളെല്ലാം നോക്കുമ്പോൾ. നമ്മൾ പുസ്തകത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണ ചിലവും ബാക്കി കാര്യങ്ങളും, അപ്പം ഞങ്ങൾ തന്നെ കൂടുതൽ വർക്കുകളും ചെയ്യുന്ന കാരണം കൊണ്ട് വലിയ ഒരു വരുമാനം ആവശ്യമില്ലാത്ത നിലവാരത്തിലായിരുന്നു ആദ്യം കണ്ടത്. അപ്പം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കമ്മീഷൻ ഒഴിവാക്കിയിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുക, ആൾക്കാർക്ക് അത് കൊടുക്കുക എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് പറ്റി? ആളുകളാണെങ്കിൽ എല്ലാവർക്കും കമ്മീഷൻ 40% കമ്മീഷനൊക്കെ കിട്ടിയാണ് എല്ലാവരും പുസ്തകം മേടിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ വില കുറച്ച് നിർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അനാവശ്യമായിട്ടുള്ള വിലകൾ ഒഴിവാക്കിയിട്ട് ചെയ്ത്. പക്ഷെ ആളുകൾ 40% കമ്മീഷൻ വീണ്ടും ചോദിച്ച് ഞങ്ങളുടെ എല്ലാം ഒടിഞ്ഞു പോയി. അപ്പോഴാണ് മാർക്കറ്റിൽ നിലനിൽക്കുന്ന ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് ഇത് ശരിയാക്കിയെടുക്കാനാകത്തില്ല. അപ്പോൾ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കമ്മീഷൻ കിട്ടണം, എന്നാലേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അത് ഈ വില കൂട്ടിയിട്ട് വില കുറച്ച് കൊടുക്കുന്ന ഈ കടകളിലെല്ലാം നടക്കുന്ന അതേ മെക്കാനിസമാണത്. പക്ഷേ നമുക്ക് മാത്രമായിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളതൊക്കെ ഇതുപോലെയുള്ള കറക്ഷൻസൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. നന്നായി പരാജയമടയുകയും നല്ലോണം കൈകൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ഒരു 50 രൂപ വിലയിടാവുന്ന ഒരു പുസ്തകം ഞങ്ങൾ അതിൻ്റെ യഥാർത്ഥ വിലയെന്ന് പറയുന്നത് എല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 20 രൂപ ചിലവും ബാക്കി കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതുകൊണ്ട് 25 രൂപയ്ക്ക് അല്ലെങ്കിൽ 30 രൂപയ്ക്ക് വിലയിടും. ആ വിലയിടുമ്പോൾ എന്ത് പറ്റും? അതിനകത്ത് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യത്തിൽ പ്രൊഡക്ഷൻ കോസ്റ്റും ചിലവും കൊണ്ട് തീർന്നു പോകും. ഒരു തരത്തിൽ അടുത്ത പുസ്തകം അടിക്കാനുള്ള പണം തന്നെ അതിനകത്തൊന്നും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ 1-2 പുസ്തകം ഇറക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഒന്നിച്ച് നമുക്ക് ഈ ലോകത്തുള്ള സകല പ്രവർത്തിക്കകത്തൂടെ ഒന്നിച്ച് ശരി ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി മാറിപ്പോകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അത് നമ്മൾക്ക് പഴയ പോലെ തന്നെ 40% കമ്മീഷൻ കൊടുക്കാവുന്ന നിലവാരത്തിൽ വില ഇടുക എന്നുള്ളതായിരുന്നു ചെയ്തത്. മറ്റൊന്നുള്ളതെന്ന് പറയുന്നത് എല്ലാ മാസവും ഈ പുസ്തകവുമായിട്ട് നമ്മൾ ചെല്ലുമെങ്കിൽ മാത്രമേ ഈ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ചില മാസം പുസ്തകം സമയത്തിന് കറക്റ്റായിട്ട് ഇറങ്ങി ഉണ്ടാകത്തില്ല, അപ്പോൾ കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ വീണ്ടും നമ്മൾ ഈ വില ഈ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിന് 2-3 തവണ നമ്മളവിടെ പോയി ആ പണം കളക്ട് ചെയ്യുന്നിടത്ത് മാറിപ്പോയാൽ ഈ ആളുകളുടെ ജീവിത ചെലവ് നടക്കത്തില്ല. ആ പുസ്തകം പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ പല തരത്തിൽ കണ്ടെത്തി ജീവിതം കൊണ്ട് നൊന്ത് പഠിച്ച ഒത്തിരി ഏരിയകളുണ്ട്. പക്ഷേ വളരെ വേഗം ഒരു പുസ്തകം അന്ന് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഒരു റീഡിങ് ഇത് എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു 3000 കോപ്പി പുസ്തകം കേരളത്തിൽ ഒരു പാടുമില്ലാതെ വിൽക്കാൻ പറ്റും. അതൊരു 5000 കോപ്പി വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ പുസ്തക പ്രസിദ്ധീകരണത്തിനകത്തൂടെ നമ്മൾ പഠിച്ചതാണ്. നല്ല പണമുള്ള പ്രസാധ കമ്പനിക്കാരൊക്കെ എന്താ ചെയ്യാറുള്ളതെന്ന് ചോദിച്ചാൽ അവരൊരു 2000 കോപ്പി അടിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അവർ 10000 കോപ്പി അടിക്കുന്നുണ്ടാവും. ആ 10000 കോപ്പി അടിച്ചിട്ട് 2000 കോപ്പി തീരുമ്പോൾ ഒരു കവർ മാറ്റി പുതിയ എഡിഷൻ എന്നുള്ള നിലവാരത്തിൽ. അപ്പോൾ ഇതൊക്കെ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ അടിച്ച് മാറ്റി വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പുതിയ ഒരു എഡിഷൻ ഇറങ്ങിയതുപോലെ ഇറക്കാൻ പറ്റും. അപ്പം അത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ നമുക്ക് പറ്റില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പക്ഷേ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് കഴിയുന്നത്രയും പുസ്തകങ്ങൾ വിറ്റ് മാറ്റാൻ പറ്റുമായിരുന്നു. ഈ പ്രവർത്തനത്തിനകത്ത് ഞങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നൊരു 25,000 രൂപ എൻ്റെ സഹോദരി തന്നെയാണ് അവർ തന്ന ഒരു പണമായിരുന്നു
ഒരു പ്രധാന പണമായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നു. ബാക്കി മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം അടിച്ചു തരുന്ന പ്രസ്സുകാരുടെ ക്യാപിറ്റലാണ് നമുക്കുള്ളത്. അപ്പോൾ പേപ്പർ വാങ്ങിക്കൊടുത്താൽ അവർ പുസ്തകം അടിക്കും. കാരണം അവരുടെ വർക്കിൻ്റെ പൈസ മാത്രമേ ഉണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 2000 കോപ്പി അടിച്ചാൽ ഒരു 500 കോപ്പി റിലീസ് ചെയ്ത് തരും. 500 കോപ്പിയുടെ വിറ്റിട്ട് നമ്മൾ പണം കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ അടുത്ത 500 കോപ്പി തരും. അപ്പം എപ്പോഴും അവർക്കൊരു സേഫായിട്ടിരിക്കാവുന്നൊരു സ്ഥലമുണ്ട്. കാരണം പുസ്തകം മുഴുവനും കൂടെ നമ്മൾ കൈ കൊണ്ടുപോയി നമ്മൾ പൈസ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ അവർ കുഴഞ്ഞു പോകും എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പെടാതിരിക്കാനാണ് അവരത് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ 1000 കോപ്പി വിറ്റ് അതിനുശേഷം നമ്മൾ ആ പുസ്തകം എടുക്കാൻ പറ്റാതായി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തില്ലെങ്കിൽ ആ പുസ്തകം അവരുടെ കയ്യിലായി പോകും. അത് കാരണം കൊണ്ട് അവർക്കത് വിറ്റ് മാറ്റാനൊന്നും നോക്കത്തില്ല. അവർ വിചാരിച്ചാലും എളുപ്പമല്ല. പക്ഷെ അത്തരത്തിലുള്ളൊക്കെ ഒരു ടെസ്റ്റും സാധനങ്ങളും ഒക്കെ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ കോട്ടയത്തുള്ള മാങ്ങാനത്തുള്ള ഒരു പ്രസ്സിലായിരുന്നു നമ്മളന്ന് പുസ്തകങ്ങളൊക്കെ അടിക്കുകയും ഇത് സിസ്റ്റമായിട്ട് നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിൽക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ധാരാളം പേര് നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ ആകൃഷ്ടരായി വരികയും ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അന്ന് തൊഴിലില്ലാത്ത മനുഷ്യരുടെ ഒരു കാര്യം വളരെ കൂടുതലാണ്. അന്ന് തൊഴിലില്ലായ്മ കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ആളുകളെല്ലാവരും ഇത് ഒരു വരുമാന മാർഗമായി കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഈ നമ്പർ കൂടിയപ്പോൾ എല്ലാ വർഷവും എല്ലാ മാസവും കൃത്യമായിട്ട് ഈ പുസ്തകം ഇറങ്ങിയാലേ ഈ സിസ്റ്റം വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ പല സമയത്തും ഇതിനകത്ത് ഇങ്ങനെയുള്ള സമയത്തിന് പുസ്തകം ഉണ്ടാകാത്തത് കൊണ്ടുമൊക്കെ നമുക്കത് ഇറക്കാൻ കഴിയാതെ വരികയൊക്കെ ചെയ്തുകൊണ്ട് ഈ ക്യാപിറ്റൽ ഇങ്ങനെ തീർന്നു പോകുന്നുണ്ട്. പക്ഷെ അന്ന് ഒരു 1,00,000 രൂപ എനിക്ക് മൊബിലൈസ് ചെയ്യാനൊക്കെ കഴിയുമായിരുന്നെങ്കിൽ ഇത് എനിക്ക് തോന്നുന്ന ഒരു വലിയ പ്രസിദ്ധീകരണമായി നമ്മൾ മാറിപ്പോയാൽ. പക്ഷെ അത് ഈ കടം മേടിച്ചോ അല്ലെങ്കിൽ കടം ചോദിച്ചോ ശീലമില്ലാതിരുന്ന ഒരു കുഴപ്പമുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ ചോദിച്ചാൽ ആരെങ്കിലും തരുമെന്നൊന്നും വിചാരിച്ചില്ല. പിൽക്കാലത്തൊക്കെ ഇങ്ങനെ ആൾക്കാരോട് പറയുമ്പോഴാണ് അയ്യോ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തരത്തില്ലേ എന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ അന്ന് അങ്ങനെ കഴിയാതെ പോവുകയും ഈ പുസ്തക പ്രസിദ്ധീകരണം അതിൻ്റെ മൂച്ച് വിട്ടുപോകുന്ന ഒരു സ്ഥലത്തേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. അതാണ് ഒരു ഏരിയയിലുണ്ട്. അതേ സമയത്ത് തന്നെ ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആക്ടിവിറ്റികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും ജയശ്രീയും അതുപോലെ തന്നെ ഒരു സംഘം ഞങ്ങൾക്ക് തിരുവനന്തപുരത്തായിരുന്നു നമ്മൾ പ്രചോദന എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത്. ഗീത, ഗംഗ ഇവരൊക്കെ അതിൻ്റെ പ്രധാന പ്രവർത്തകരായിരുന്നു. ജയശ്രീയുടെ തന്നെ അനിയത്തി രാജശ്രീ, ഭാസുരേന്ദ്ര ബാബുവിൻ്റെ പങ്കാളിയായിട്ടുള്ള ഇന്ദിര, ഇവരെല്ലാവരും, അതുപോലെ തന്നെ ഇതിൻ്റെ വിൽപ്പന ഇതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജായുടെ പാർട്ട്ണറായിട്ടുണ്ടായിരുന്ന സ്റ്റെല്ല, ഇവരെല്ലാവരും ഈ ആക്ടിവിറ്റിക്കകത്തെല്ലാം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിനകത്ത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു വശം എന്ന് പറയുന്നത് ഈ പ്രചോദന എന്ന് പറയുന്ന ഓർഗനൈസേഷന് വേണ്ടി ഇന്ദിര എഴുതിയ ഒരു പുസ്തകം നമ്മൾ ഉണ്ടാക്കി. സ്ത്രീകൾ ലൈംഗികമായ അടിമകളാണോ എന്നുള്ളതായിരുന്നു എൻ്റെ പേര്. ഈ പുസ്തകം നമ്മൾ വിറ്റതിൽ ഏറ്റവും കുറച്ച് വിറ്റുപോയൊരു പുസ്തകമാണ്. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകുന്നത് ഈ ലൈംഗികം എന്ന് എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടിട്ടാണ് ഈ മേടിക്കാത്തത്. നമ്മൾ ഇന്നിപ്പം ഈ വിഷയമൊക്കെ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അന്നൊരു മലയാളി ബോധത്തിനകത്ത് ഈ ലൈംഗികം എന്നുള്ള വാക്ക് കണ്ട് ഇതും പിടിച്ച് നടക്കാൻ ആൾക്കാർക്ക് പറ്റത്തില്ല എന്നുള്ള ഇവിടുത്തെ പുരുഷന്മാരുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പുസ്തകത്തിനകത്ത് ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നടന്ന എന്തോ മോശപ്പെട്ട ഒരു പുസ്തകം പിടിച്ച് നടക്കുന്നതായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഇത്രയും വലിയ അപകടത്തിലാണ് ആ പുസ്തകമാണ് ഏറ്റവും കുറച്ച് വിറ്റുപോയത്. എനിക്കൊന്ന് കെട്ടിയിരുന്നു പോയി ആ പുസ്തകം. ഞങ്ങളതാണെങ്കിൽ ഞങ്ങളുടെ ഈ പ്രചോദന എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ എന്താ പറയണ്ടേ മാനിഫെസ്റ്റോ പോലൊക്കെയുള്ള അതെന്താണ് ഈ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്ത്രീകൾ ലൈംഗികമായ അടിമകളാണോ എന്ന് പേരിട്ട് പോയത് മാത്രമാണ് ആ പുസ്തകത്തിനുണ്ടായ ഒരു തകരാറ്. ഈ പുസ്തകം വിൽക്കുന്നതിനകത്ത് ഇതുപോലെ നമ്മൾ അറിയേണ്ട നല്ല രസമുള്ളൊരു കാര്യമാണ് ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനത്തിനെ പറ്റിയുള്ള. അപ്പോൾ ഈ
90% പുസ്തകവും പുരുഷന്മാരായിരുന്നു വാങ്ങുന്നത്. 10% പുസ്തകം 10% മാത്രമേ സ്ത്രീകൾ കാണത്തുള്ളൂ. ആ സ്ത്രീകൾ കാണുന്ന അതിനകത്ത് ഞാൻ പറയുന്നത് പുസ്തകം നമ്മളിങ്ങനെ കൊണ്ടുപോയി ഈ ഓഫീസുകളിലൊക്കെ നിരത്തിയൊക്കെ വയ്ക്കും. എത്ര സ്ത്രീകൾ വന്ന് ഈ പുസ്തകം എടുത്ത് ഇങ്ങനെ നോക്കുമെന്നറിയും. നോക്കും അവരെല്ലാവരും, പക്ഷെ വാങ്ങത്തില്ല. അത് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അവർക്ക് കിട്ടുന്ന ശമ്പളവും ഈ ഓഫീസിനകത്ത് ജോലി ചെയ്യുന്നവരെ പോലെ തന്നെ അവർക്കും ശമ്പളവും കിട്ടുന്നതാണ്. പക്ഷെ അവർക്ക് അവസാനത്തെ പണവും കണക്കെടുക്കേണ്ടതാണ്. ഭയങ്കര ഒരു വ്യത്യാസമാണ്. പുരുഷന്മാർക്ക് അത് വാങ്ങിയാൽ ആരോടും പറയണ്ട, ഞാൻ എന്തിനാണ് ഈ പുസ്തകം വാങ്ങിയതെന്ന് പറയേണ്ടി വരത്തില്ല. പക്ഷെ ഒരു ഭാര്യയായിരിക്കുന്ന സ്ത്രീ പുസ്തകം വാങ്ങിയ ഭർത്താവിനോട് പറയേണ്ടി വരും, ഞാൻ എന്തിനാണ് ഈ പുസ്തകം വാങ്ങിച്ചതെന്ന്. ഇത് ഭയങ്കര ഒരു വ്യത്യാസമായിരുന്നു. നമ്മൾ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒബ്സർവ് ചെയ്ത ഒരു സ്ഥലമാണ്. സ്ത്രീകൾ വായിക്കാത്തവരാണെന്ന് പറയുന്നതാണ് പലപ്പോഴും ആൾക്കാർ പറയുന്നത്. അവർ വായിക്കത്തില്ലെന്നാണ്. വായിക്കാത്തത് കൊണ്ടല്ല, വാങ്ങിയാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ സ്ത്രീകളുടെ ശമ്പളം എന്ന് പറയുന്നത് 100% ആ വീടിനകത്തേക്ക് ചെലവഴിക്കപ്പെടും. പുരുഷന്മാരാണെങ്കിൽ ഒരു 50-60% വീട്ടിൽ കൊടുക്കും, ബാക്കി 40% അവരുടെ സ്വന്തം ഇഷ്ടങ്ങളനുസരിച്ച് ചെലവഴിക്കാൻ പറ്റും. ഇത് സ്ത്രീകൾക്ക് ചെയ്യാനേ പറ്റത്തില്ല. പലപ്പോഴും ആളുകളിങ്ങനെ സ്ത്രീകൾക്ക് പിശുക്കുള്ളവരാണെന്നും അവർ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്നും ഒക്കെ പറയും. പക്ഷേ ശരിക്കും സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുണ്ടാക്കുന്ന പണമായാൽ പോലും അത് ആ കുടുംബത്തിൻ്റെ പണമായിട്ടിരിക്കും. സ്വന്തം പണമായിട്ട് അനുഭവിക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഈ ഒരു വ്യത്യാസം നമ്മൾ ഈ ഫെമിനിസമൊക്കെ എന്തിനാണെന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പം ഇതുപോലുള്ള മേഖലകളും കൂടെ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ തരത്തിലുള്ള എക്കണോമിക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നതെന്നും കൂടെ. അപ്പോൾ ആ തരത്തിലുള്ള പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ പുസ്തക പ്രസാധക സംഘം എന്ന് പറഞ്ഞ് നമ്മളുണ്ടാക്കിയ ആ ഓർഗനൈസേഷനകത്ത് സെക്രട്ടറി ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തകരായിരുന്ന എല്ലാവരും അതിനകത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് സെക്രട്ടറി ആയിരിക്കുന്ന ആൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തേക്കും വടക്കേ അറ്റത്തേക്കും ഒരുപോലെ യാത്ര ചെയ്യാൻ സൗകര്യം ഉണ്ടാകുന്ന തരത്തിൽ ജീവിക്കണമെന്നുള്ള കാര്യം ഈ കമ്മിറ്റി കൂടി എല്ലാവരുടെ തീരുമാനിച്ചു. അപ്പോൾ തിരുവനന്തപുരത്താണ് ഞാൻ ജീവിച്ചിട്ടുണ്ടിരുന്നത്. അപ്പോൾ ജയശ്രീ ഫൈനൽ ഇയർ പരീക്ഷ പാസ്സായി ഡോക്ടറായി. അപ്പോഴാണ് എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് സെക്രട്ടറി കേരളത്തിൻ്റെ മധ്യഭാഗത്ത് ജീവിക്കണം. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ തിരഞ്ഞെടുത്തു. തൃശ്ശൂർ താമസിക്കാൻ. അങ്ങനെ ഒരു ലോറി പിടിച്ച് ഈ സാധനമെല്ലാം കയറ്റി തൃശ്ശൂർക്ക് വരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ ഒരു വീട് ഞങ്ങൾ പുസ്തക പ്രസാധ സംഘത്തിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു വീട് നോക്കി വയ്ക്കും. അപ്പോൾ വീട് അവിടെ ഞങ്ങൾ വന്ന് സാധനം എല്ലാം ആയിട്ട് ആ വീട്ടിൽ കയറി താമസിക്കുക എന്നുള്ള തീരുമാനമൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടുള്ള കുറേ മേശയും കസേരയും എല്ലാം കൂടെ ഭയങ്കര വലിപ്പമുള്ള ഒരു മേശയുണ്ട്. ഞങ്ങൾക്ക് പൊതുവായിട്ട് എല്ലാവർക്കും പ്രശ്നമായി തീർന്ന ഒരു മേശയാണ്. എൻ്റെ അച്ഛൻ്റെ മേശയായിരുന്നു. ആ മേശയ്ക്ക് ഭയങ്കര ഭാരമാണ്. മറ്റു മേശകളെ പോലെയല്ല. അതിന് ഈട്ടിത്തടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള, അതുപോലെ തന്നെ അതിങ്ങനെ ഡ്രോയറും ഒക്കെ കൂടെ ചേർന്ന ഒരു വലിയ സംഭവമാണ്. എൻ്റെ ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മേശ. അങ്ങനെയാണ് ആ മേശ നിൽക്കുന്നത്. ബാക്കിയുള്ള മേശയും കസേരകളൊക്കെ എന്ന് പറയുന്നത് ചെറുതൊക്കെ ആയിരുന്നു, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് മുഴച്ച് നിൽക്കുന്ന പോലെ നിൽക്കുമായിരുന്നു. ഒരു ലോറിയിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ വസ്തുക്കൾ വെക്കാൻ പറ്റാത്തത്രയും അതങ്ങ് നിറഞ്ഞു പോകും. ഈ മേശയും സാധനമൊക്കെ ആയിട്ട് ഒരു വലിയ ലോറി ഒക്കെ പിടിച്ച് ഞാൻ ഇതിനകത്ത് പോകാം, ഇതിനോടൊപ്പം ഈ ഡ്രൈവറോടൊപ്പം യാത്ര ചെയ്ത് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ജയശ്രീയും കുഞ്ഞും, അപ്പോൾ ജയശ്രീ പറഞ്ഞ് ഞാനും വരാമെന്ന്. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് ജയശ്രീയും കൂടെ കയറി ഞങ്ങളും രണ്ടുപേരും കൂടെയാണ് ലോറിയിൽ തൃശ്ശൂർക്ക് വരുന്നത്. അപ്പം രാത്രിയിൽ യാത്ര ചെയ്ത് രാവിലെ ആകുമ്പോൾ എത്തുക. അപ്പം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ വീട് റെഡിയായിട്ടിരിക്കും എന്നുള്ളൊരു ഇതിലാണ് ചെല്ലുന്നത്. രാവിലെ 6 മണിയായപ്പോൾ അവിടെ എത്തിയപ്പോൾ വീടൊന്നും എടുത്തിട്ടില്ല. അവർ കുറേ വീട് കണ്ടുവച്ചിട്ടേ ഉള്ളെന്ന് പറയും. അപ്പോൾ ഈ മേശയും കസേരയും സാധനമെല്ലാം എവിടെ സൂക്ഷിക്കണം? പിന്നെ
ഒരു കൂട്ടുകാരനായിരുന്ന ബാബു സുരേഖ് എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ്റെ ബന്ധു എന്തായാലും ആ പ്രദേശത്ത് പൂമല എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ സകല സാധനവും കയറ്റി വെച്ചിട്ട് നമ്മളൊരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. എന്നിട്ട് അപ്പോൾ ഈ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് അന്നത്തെ മിനിമം ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു രൂപ 10 പൈസയാണ്. അപ്പോൾ ആ ദൂരത്തിൽ നമ്മളൊരു റോഡിലിറങ്ങും. എന്നിട്ട് പുറകോട്ട് നടക്കും. പുറകോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ വീടുകൾ ഓരോ ജംഗ്ഷനിൽ ചെന്നിട്ട് ഈ കടക്കാരോടൊക്കെ ഇങ്ങനെ ചോദിക്കും, വീട് വല്ലതും ഈ ഭാഗത്തുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു 4 വഴി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വഴി, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള വഴി, തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വഴി എന്ന് പറയുന്നത് ഷൊർണൂർ ഭാഗത്തേക്കുള്ള വഴി, കോഴിക്കോട്ടേക്ക് തന്നെ കുന്നംകുളത്തേക്ക് പോകുന്ന വഴി, കാഞ്ഞാണിക്ക് പോകുന്ന വഴി, ഇങ്ങനെ പല വഴികളിലുള്ള എല്ലായിടത്തും 1 രൂപ ദൂരത്തിലുള്ള മിനിമം ടിക്കറ്റിനകത്ത് ഇറങ്ങി എന്നിട്ട് ടൗണിലേക്ക് നടക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3 ദിവസം 4 ദിവസം കൊണ്ട് നമ്മൾ ഒരു 10-15 വീട് കണ്ടുപിടിച്ചു. അതിനകത്തുനിന്ന് ഒരു വീട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഈ പല വീടുകൾ ഇങ്ങനെ കാണുമ്പോൾ അതിനകത്ത് കൂട്ടത്തിൽ പലതരത്തിലുള്ള ക്രൈറ്റീരിയയാണ്. അപ്പോൾ വാടക എന്ന് പറയുന്നത്, അപ്പം ഞങ്ങളൊരു ഡിവിഷൻ, ഞാനും ജയശ്രീയും തമ്മിലുള്ളൊരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ വാടക ജയശ്രീ കൊടുക്കും, ബാക്കിയൊക്കെ ഉള്ള ചിലവ് ഞാൻ എടുക്കും. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ഡിവിഷനൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കൊണ്ട് ജയശ്രീ പറഞ്ഞ 500 രൂപയാണ് അപ്പർ ലിമിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ജയശ്രീ തരത്തില്ല. പക്ഷേ ഈ വീട് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ 500 രൂപയ്ക്ക് കിട്ടത്തില്ല. ഈ പുസ്തക പ്രസിദ്ധീകരിക്കുന്ന പ്രവർത്തനം കൂടെ നിൽക്കുന്ന കാരണം കൊണ്ട് കൂട്ടുകാരായ ആൾക്കാരെല്ലാം വരും. അപ്പോൾ അവർക്കും കൂടെ ഒക്കെ താമസിക്കുന്ന മുറിയൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് നടന്ന അവസാനം കണ്ടുപിടിക്കുമ്പോൾ 800 രൂപയായിട്ട് ഒരു 3 ദിവസം അവിടെ ഭയങ്കര എന്താ പറയണ്ട അടിയും കലശലുമായി. ജയശ്രീ 500 രൂപ തരത്തുള്ളൂ ഭാഗം. പിന്നെ അവസാനം എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ശരി തീരുമാനിച്ച് ബാക്കിയുള്ളത് നമ്മൾ പുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാശിനകത്തുനിന്നും കൂടെ എടുക്കുക. അങ്ങനെ വീടൊക്കെ എടുത്ത് അത് നമ്മൾ ആദ്യം അന്ന് കോലഴി എന്ന് പറയുന്ന ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ പോയി അന്ന് പാടം ആണ്, പാടത്തിൻ്റെ കരയിലുള്ള ഭയങ്കര കാറ്റുള്ള കാലത്താണ് നമ്മളവിടെ എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കാറ്റ് വരുന്ന വഴിയോ മറ്റോ ആണ്. ആ പൂമല എന്ന് പറയുന്ന മലയുടെ അരികിൽ കൂടെ വരുന്ന ഭയങ്കര കാറ്റാണ്. ഞാനിങ്ങനെ ഈ കാറ്റ് നിന്നിട്ടൊന്ന് ഉറങ്ങാം എന്ന് ആലോചിച്ച് പോയ ഒരു ദിവസങ്ങളുണ്ട്. കാറ്റ് നിൽക്കത്തേയില്ല, ഫുൾ ടൈം 24 മണിക്കൂറും കാറ്റടിച്ചോളൂ. അത് ഈ പാടത്തിൻ്റെ നടുവിൽ നിന്ന ഒരു പ്രദേശമായതുകൊണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി താമസിച്ചിരുന്നെങ്കിൽ ഇത്രയും കാറ്റ് അനുഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ആദ്യം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നതാണ്, നല്ല കാറ്റ്. പക്ഷെ കാറ്റ് നിർത്തത്തില്ല, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. മാത്രമല്ല എന്തോ ഒരു നമുക്കിങ്ങനെ വൃശ്ചിക കാറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെയാണത് പറയുന്നത്. ഒരു വരണ്ട ഒരവസ്ഥ ഫീൽ ചെയ്യും. നമുക്ക് ഈ കാറ്റ് നിന്നിട്ടൊന്നും ഒരു സമാധാനത്തോടെ ഇരിക്കണമെന്ന് തോന്നിപ്പോവും. അതൊക്കെയാണ് അന്നത്തെ ആ ഒരു ഓർമ്മയായിട്ടുള്ളത്. അവിടെ ഈ ഒരു 5-6 പേര് പുസ്തക പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടവരും ഞങ്ങളെല്ലാവരും കൂടെ. പക്ഷേ ആ ആളുകളുടെ സാമീപ്യം അവിടെയാണ് ഞാൻ ഇന്നിപ്പം പലപ്പോഴും ഈ ആധുനികമായിട്ട് സ്വയം തിരഞ്ഞെടുത്ത് ജീവിക്കുന്നവർ ബന്ധുക്കളുമൊത്ത് കഴിയരുതെന്ന് പറയുന്നതിനകത്തെ ഒരു സ്ഥലമാണ്. അതേ സമയത്ത് നമ്മൾ അണുകുടുംബം ഉണ്ടാക്കിയാൽ, ഒരാണും പെണ്ണും മാത്രമുള്ള ഒരു വീടുണ്ടാക്കിയാൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടനിലയ്ക്ക് പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഒബ്ജക്റ്റീവായിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും ആരും ഉണ്ടാകത്തില്ല. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ വഴക്കിട്ട് പോയാൽ സമാധാനമില്ലാത്തൊരു വീട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മറ്റേതങ്ങനെയല്ല. പണ്ടത്തെ കൂട്ടുകുടുംബത്തിനകത്ത് ആ സമയത്തൊക്കെ ഇടപെടുന്ന ആളുകളുണ്ടാവും. ആ ഇടപെടുക എന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിനെ തകർത്ത് കളയുന്നൊരു വശമുണ്ട്. കാരണം ഈ അമ്മയും അച്ഛന്മാരാണ് വീട്ടിലുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളൊരു അമ്മയും അച്ഛൻ്റെയും കൂടെയാണ് പോയി താമസിക്കുന്നതെങ്കിൽ അവർ നമ്മളെ പഴയ യൂണിറ്റ് ആക്കി കളയും നമ്മളോടൊപ്പം. എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ യൂണിറ്റ് ഉണ്ടായവർ ഒരു യൂണിറ്റാണെന്ന് കാണാതെ പഴയ അമ്മയും അച്ഛൻ്റെയും മകനോ മകളോ ആയിരിക്കുന്നവരുടെ പക്ഷം പിടിക്കുന്നവരായിട്ടായിരിക്കും അമ്മയും അച്ഛന്മാരും നിൽക്കുന്നത്. ഇത് മറികടക്കണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളായ ആൾക്കാരുടെ സംഘം ഉണ്ടായാലേ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കേണ്ട ഈ
അണുകുടുംബം എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സും മക്കളും മാത്രമായിട്ട് കഴിയുന്നവർ ഒത്തിരി പണി ഒന്നിച്ച് ചെയ്യാൻ ബാധ്യത വരും. അവർ തമ്മിൽ പരസ്പരം യോജിപ്പില്ലാതെ സമയത്ത് മീഡിയേറ്റ് ചെയ്യാനും പറയാനും ആൾ വേണം. അതേപോലെ തന്നെയാണ് കൈമാറാൻ ആളുകൾ വേണം. കുഞ്ഞിനെ എടുക്കുകയൊക്കെ ചെയ്യുകയും പരിചരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു സിനിമ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് പോകാൻ കഴിയാതെ പോകുന്ന ചില സമയമുണ്ട്. കുട്ടികൾ കരയുകയൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി ഇരിക്കാനൊക്കത്തില്ല. നല്ല പണിയാണത്. ആ സമയത്ത് കൈമാറാൻ ആൾ വേണം, വീട്ടിൽ നോക്കാനുള്ള ആൾ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ജീവിതത്തിനകത്ത് അത്തരത്തിലുള്ള മറ്റ് സാമൂഹ്യ മേഖലയിലുള്ള ജീവിതവും കൂടെ ചേർത്ത് പോകാനൊക്കത്തുള്ളൂ. അവിടെയാണ് സുഹൃത്തുക്കളായ ആൾക്കാർ വീടുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂ. ഇത് ഞാൻ അന്നൊരു ബോധപൂർവമായ തീരുമാനം കൊണ്ടല്ല ഈ കൂട്ടുകാരെല്ലാവരും അവിടെ വന്നത്. പക്ഷെ പിന്നെ ഞാനതിങ്ങനെ കാണുമ്പോഴാണ് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിച്ച് പോയത്. പലപ്പോഴും ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ 2 പേര് മാത്രം കഴിയുന്ന വീട്ടുകാരായിരിക്കുന്നവർ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഞാനിത് രണ്ടാമത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത്. ഈ ആളുകൾ അന്ന് പുസ്തക പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഈ സുഹൃത്തുക്കൾ ഞങ്ങളുടെ വീട്ടിനകത്ത് ഉണ്ടായിരുന്നത്, ഞാനും ജയശ്രീയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് ജയശ്രീക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരുന്നത് അവരിൽ നിന്നാണ്. അപ്പോൾ ആ നിലവാരത്തിലുള്ള മീഡിയേഷൻ നടക്കുന്നതിനും പരസ്പരം സംസാരിക്കപ്പെടുന്നതിനുമൊക്കെ ഇതുപോലുള്ള സുഹൃത്തുക്കളുടെ ഒരു സംഘം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ് ആധുനിക അണുകുടുംബം വിജയിപ്പിച്ചെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യം. ഈ ഒരു വലിയ ഇതായിരുന്നു. ഒപ്പം മറ്റൊന്നൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ വീടിനകത്ത് നടക്കുന്നതിന് ഉള്ള ചർച്ചയ്ക്കകത്ത് എല്ലാം ഇവരുടെ സഹകരണം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞാനൊക്കെ ഈ അടുക്കള വേണ്ട ആധുനികമായ രീതിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഈ സോഷ്യലൈസേഷൻ ചെയ്യപ്പെട്ട ഒരു മേഖലയാണ് ഈ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന മേഖലയൊക്കെ. അപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന മേഖലയ്ക്കകത്ത് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് എളുപ്പമല്ലാതായി മാറുന്ന ഒരു സ്ഥലമുണ്ട്. കാരണം കുട്ടിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാത്ത കുറേ ആവശ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്ത് രാവിലെ കാപ്പി കുടിക്കുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, വൈകുന്നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഈ 3 നേരം അല്ലാത്ത പല ആവശ്യങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടി വരും എന്നുള്ളത് ഞാൻ അപ്പോൾ കാണുന്നുണ്ട്. ആ സമയത്താണ് നമുക്ക് ഈ ജോലിക്ക് ആളെ വേണം. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് വന്ന് ഞങ്ങളുടെ കൂടെ ജോലിക്കായിട്ട് വന്ന് താമസിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ തുല്യതയുടെ യുക്തികളിനകത്ത് ജീവിക്കുന്ന കാരണം കൊണ്ട് അവൾ ഞങ്ങളുടെ വീട്ടിനകത്ത് ഒരു അംഗം പോലായി മാറുന്നുണ്ട്. മാത്രമല്ല അവൾ ഞങ്ങളുടെ കൂടെ ജീവിച്ച് അയലത്തുള്ള ഒരു ആളെ തിരഞ്ഞെടുത്ത് അവരെ അവസാനം നമ്മൾ വിവാഹം കഴിച്ച് അയക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ അമ്പലത്തിനകത്ത് കൊണ്ടുപോയി ഒരാളെ വിവാഹം കഴിപ്പിക്കും. ഞാനൊക്കെ വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ കൂടെ വന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മളത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊരു ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു വലിയ ഒത്തിരി ചർച്ചകൾ, ഇങ്ങനെയൊക്കെയുള്ള റിച്വൽസും കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവർ തന്നെ അത് ചെയ്യേണ്ടി വരുമ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ നമ്മളെപ്പോലെ തന്നെ മനസ്സിലാക്കി ഈ കാര്യങ്ങളിനകത്ത് ഇടപെടും എന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് അതേ സമയത്ത് സ്ത്രീധനമില്ല, അതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. ആകെ ഒരു മാലയും ഇത് ഇട്ട് നമ്മളവരെ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിപ്പിച്ച് അയക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അത്രയും റിച്വലേ അതിനകത്തുള്ളൂ. പക്ഷേ നമ്മുടെ സ്വന്തം ജീവിതത്തിനകത്ത് തീമിന് വിരുദ്ധമായ കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവാണ്. അവരുടെ ജീവിതത്തിനകത്ത് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് നമ്മൾ വരുത്തേണ്ട വ്യത്യാസങ്ങളും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒക്കെ എന്ന് പറയുന്ന സാധനങ്ങൾ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മാത്രമേ കാണുകയുള്ളൂ. സ്വന്തമായിട്ട് തീവ്രമായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴും മറ്റുള്ളവരുടെ ജീവിതവും കൂടെ ചേർത്തിണക്കി കൊണ്ടുപോകണമെങ്കിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അപ്പോഴാണ് നമ്മൾ ഈ യുക്തിവാദികളായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ തീവ്രവാദപരമായിട്ടുള്ള നിലപാടുകൾ സാമൂഹ്യ പ്രവർത്തനത്തിനകത്ത് എത്രത്തോളം മാറ്റി ചെയ്യേണ്ടതുണ്ടെന്ന് നമ്മൾ കാണുകയുള്ളൂ, അറിയുള്ളൂ. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോഴാണ്. അപ്പോൾ അവളുടെ പേര് തത്തയെന്നായിരുന്നു. തത്ത എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അവളുടെ പേര് വേറെ വല്ലതുമായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാം തത്തയെന്നായിരുന്നു വിളിക്കുന്നത്.
സ്വാമി പറഞ്ഞതുപോലെ ഞാൻ പ്രണയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രണയിച്ച ആരാണെന്ന് നോക്കുമ്പോൾ ഒരു എന്താ പറയണ്ടേ, അവരെക്കാൾ ഒരു 20 വയസ്സിനെങ്കിലും മൂത്ത, ഒരു ഡൈവോഴ്സ് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്, പക്ഷെ പിരിഞ്ഞ് താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവാണ്. അവർ വളരെ ഞാൻ സാമൂഹ്യമായി അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർ തീരുമാനിച്ച് ഇത് അപകടമായി പോകും, കാരണം ഒരുവിധമുള്ള എല്ലാ സമരങ്ങളും ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടതോടെ അവർ തീരുമാനിച്ചു ഇത് കുഴപ്പമാണ്, ഞങ്ങളവിടുന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ അവിടുന്ന് മാറി. അങ്ങനെ വീണ്ടും വീട് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഏറ്റവും മിനിമം ചാർജിൽ ഉള്ള ഡിസ്റ്റൻസിനകത്ത് അന്വേഷിച്ചാണ്.